ശ്രീ ഗുരുഭ്യോ നമോ. നമസ്കാരം. സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് പുണർദ നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ്. ഈ നക്ഷത്രങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ജന്മാർജിത ഭാവം അതിനെ അതിജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, നക്ഷത്രഫലം ഇനി വരുന്ന അപ്ഡേറ്റിൽ ഉണ്ടാവും. പൂയ നക്ഷത്രക്കാർ പുണർദം 4-ാം പാദം, ആയില്യ നക്ഷത്രക്കാർ സാമ്പത്തികപരമായും മാനസികപരമായും എല്ലാ വിഷയത്തിനെയും അതിജീവിക്കാനുള്ള മനോബലം എങ്ങനെ ആർജിക്കാം, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതിന് ഇഷ്ടപ്പെട്ടവർ, ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. ഈ വിഷയം സത്യസന്ധമായി നിങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. മാങ്കാവ് വേട്ടക്കുറുമകൻ ക്ഷേത്രം, കോഴിക്കോട്. ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ചിട്ടാണ് ഈ ദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. രമേശ് ജ്യോതിസൻ. പൂയ നക്ഷത്രക്കാർ ദശാനാഥൻ ഏതു വ്യക്തിക്കും ശനിയാണ് തുടക്കത്തിൽ ദശാനാഥനായി വരിക. ആയില്യ നക്ഷത്രക്കാർക്ക് ദശാനാഥൻ എപ്പോഴും ബുധൻ തന്നെയാണ് വരിക. പുണർദ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശ വ്യാഴദശ തന്നെയായിരിക്കും. ചന്ദ്രൻ പൂയ നക്ഷത്രത്തോട് അടുക്കുമ്പോഴും ചന്ദ്രൻ പുണർദ നക്ഷത്രത്തോട് അടുക്കുമ്പോഴും ചന്ദ്രൻ ആയില്യ നക്ഷത്രം അടുക്കുമ്പോഴും ഈ നക്ഷത്രം ജനിച്ചവരാണ് ഇതിനെ ഫലം. ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും പുണർദ നക്ഷത്രം 4-ാം പാദം കർക്കടകൂറായി വരാം. ഓർക്കുക, ആ കർക്കടകൂർക്ക് കർമാധിപതിയായി ഇരിക്കുന്ന ഗ്രഹം എപ്പോഴും ചൊവ്വ തന്നെയാണ്. പൂയ നക്ഷത്രക്കും ചൊവ്വ തന്നെയാണ്. ആയില്യ നക്ഷത്രക്കാർക്കും 10-ാം ഭാവാധിപതി ചൊവ്വ തന്നെയാണ്. ആ ഭാവാധിപതി ചൊവ്വേനെ എങ്ങനെ ഉപാസിച്ചാൽ നിങ്ങൾ കർമ്മമാർഗം, ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാനും വിജയിക്കാനുള്ള മാർഗം അത് തന്നെയായിരിക്കാം. ആ ചൊവ്വ ഈ നക്ഷത്രാധിപതിക്ക് കർക്കടകം രാശിയുടെ കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 5-ാം ഭാവാധിപതിയാണ് ചൊവ്വ. നിങ്ങളെ ഇച്ഛാശക്തി എന്ത് വിചാരിക്കണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങളെ ജന്മസിദ്ധമായി നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, എനിക്ക് പറയാൻ നിയമമില്ല. അതിൻ്റെതായ സ്വാഭാവികമായി നമ്മളുടെ ഋഷിവര്യന്മാർ എങ്ങനെയാണ് കർമ്മസ്പന്ധാവിൽ നിങ്ങൾ പൂർവികർ പ്രവർത്തിച്ചത്, അതിൻ്റെ ഒരു സൂക്ഷ്മ തത്വമാണ് നിങ്ങൾ മസ്തിഷ്കത്തിൽ അത് ഫീഡ് ചെയ്യുക. അതിന് സഞ്ചിത ധർമ്മം എന്ന് പറയും. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആ ചൊവ്വ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, സുബ്രഹ്മണ്യ സ്വാമിനെ ഉപാസിക്കണം, ഷഷ്ഠിവ്രതം എടുക്കണം. ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് പുണർദ നക്ഷത്രം 4-ാം ഭാഗത്തിലാണ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗുരുവിനെ സ്മരിച്ചിട്ട് ഗുരു ഉപാസന കഴിഞ്ഞിട്ട് വേണം സുബ്രഹ്മണ്യനെ ഉപാസിക്കാൻ. പുണർദ 4-ാം ഭാഗമായതുകൊണ്ട് പൂയ നക്ഷത്രക്കാർ സമാധി സിദ്ധന്മാർ, ശിവയോഗികൾ, മഹാന്മാர்கள், അങ്ങനെ നല്ല നല്ല ആത്മാക്കൾ സമാധി സ്ഥലത്ത് വേണം നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിനെ ഉപാസിക്കാൻ. ആയില്യ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ഉപാസിച്ച ശേഷം സുബ്രഹ്മണ്യ സ്വാമിനെ ഉപാസിക്കണം. പറയാൻ കാരണം ഓരോ നക്ഷത്ര ദേവത ഉണ്ട്. പൂയ നക്ഷത്രത്തിക്ക് സുബ്രഹ്മണ്യ സ്വാമിയും ആയില്യ നക്ഷത്രം മഹാവിഷ്ണുവും പുണർദ നക്ഷത്രം 4-ാം പാദത്തിൽ ബൃഹസ്പതിയുമാണ് ഉപാസിക്കേണ്ടത്. ഇത്ര ദേവന്മാരെ ഉപാസിക്കണം, മനസ്സ് അറിഞ്ഞുകൊണ്ട് ഉപാസിക്കണം. അതിനെ ഋഷി ഛന്ദസ് മൂലമന്ത്രം എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കാം, കമൻസ് ബോക്സിൽ ചോദിക്കാം.
അതിന്റെ മൂലമന്ത്രം ഋഷിയും ഛന്ദസ്സും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ്. അപ്രകാരം നിങ്ങൾ ഉപാസിച്ചാൽ കർമ്മമാർഗം തെളിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വ വിഷയങ്ങളും പൂർണ്ണമായി നിങ്ങൾക്ക് ഭവിക്കും. യാതൊരു സംശയങ്ങളും ഇല്ല. പുണർനക്ഷത്രം 4-ാം ഭാഗം ഉള്ളവർ പുഷ്യരാഗം അത് നല്ല രത്നമായിരിക്കണം. പൂയ നക്ഷത്രക്കാര് ഇന്ദ്രനിലക്കൾ ബ്ലൂ ഷഫേർ അണിയണം. ആയില നക്ഷത്രക്കാർ മരകതം എമറാൾഡാണ് അണിയേണ്ടത്. അത് വിദ്യാർത്ഥികളാവാം, ബിസിനസ് തുടങ്ങുന്നവരാവാം, ഏത് ടൈപ്പ് ഉള്ളവരും ഇത് തന്നെയായിരിക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മൂലമന്ത്രം ഏതാണ് നിങ്ങൾ രത്നം ധരിക്കുന്നത്. അതിൻ്റെ മൂലമന്ത്രം വളരെ 108 തവണയെങ്കിലും അതിനെ ജപിച്ചിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സർവ്വവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ വശം. സുബ്രഹ്മണ്യ സ്വാമിനെ വേണ്ടിയതുപോലെ ഉപാസിക്കുകയും നിങ്ങൾക്ക് സാമ്പത്തികം അനുസരിച്ചിട്ട് പഞ്ചാമൃതം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും നല്ല നൈവേദ്യമാണ്, ഏറ്റവും നല്ല അഭിഷേകമാണ്. ആ അഭിഷേകം ചെയ്തിട്ട് വർണ്ണ ഭക്തന്മാർക്ക് അത് ദാനമായി നൽകണം. അങ്ങനെ തന്നെ പഞ്ചാമൃതം കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ അടിക്കരുത്. പറയാൻ കാരണം എത്രത്തോളം ദാനം ചെയ്യണോ അത്രത്തോളം ഉള്ളിരിക്കുന്ന ദുരിതങ്ങൾ നശിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പഞ്ചാമൃത അഭിഷേകം ചെയ്യണോ അത് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് നിങ്ങൾ കൈകൊണ്ട് തന്നെ അത് ദാനം ചെയ്യണം. അതിൻ്റെ മൂലമന്ത്രം ദാനം ചെയ്യുക. പൂയ നക്ഷത്രം, പുണർനക്ഷത്രം 4-ാം ഭാഗം, ആയില നക്ഷത്രക്കാർക്കും ഇത് അത്യുത്തമമായിരിക്കും. വളരെ നന്നായി വരും. യാതൊരു സംശയങ്ങളില്ല. കുറച്ചും കൂടി നിങ്ങൾക്കിത് ഡെവലപ്പ് കൂടുതൽ അറിയുന്നെങ്കിൽ നിങ്ങൾ ജാതകത്തിൽ സൂര്യന്റെ അഷ്ടവർഗം കടിച്ച് ആ അഷ്ടവർഗത്തിൽ സൂര്യൻ ഏത് രാശിയിലാണോ ബിന്ദു ബലം കൂടുതലാണോ ആ സൂര്യമുഹൂർത്തത്തിൽ ഈ സമയം ഈ ദാനം ചെയ്താൽ അതിന്റെ ഫലം സുനിശ്ചിതമാണ്. യാതൊരു സംശയമില്ല. നിങ്ങൾ നന്നായി വരും. നന്ദി, നമസ്കാരം.